ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് പനീർ വെച്ചിട്ടാണ്. പനീർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പനീർ പോപ്സ് ഉണ്ടാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അധികം ചൂടാവരുത്. അധികം ചൂടാകുന്നതിന് മുമ്പായിട്ട് തന്നെ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ആദ്യം ഇട്ട മുളക് പൊടി കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കൂടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. തീ കൂട്ടിയിട്ട് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോകും. ഇപ്പോൾ മുളകൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പനീറിൽ നല്ലപോലെ മുളകിൻ്റെ മസാല പിടിക്കുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്യാസ് കുറച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് ഗ്യാസ് കുറച്ചിട്ട് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ മുളകൊക്കെ നന്നായിട്ട് പനീറിന് പിടിച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് മുട്ടയുടെ വെള്ളം പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. മഞ്ഞ എടുക്കണ്ട. മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ പെട്ടെന്ന് തന്നെ പതഞ്ഞ് വരും. അതുകൊണ്ട് മഞ്ഞ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ മുട്ടയും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പനീർ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പോപ്സ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലൊന്നും വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പോപ്സ് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പോപ്സൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പനീർ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഈ രീതിയിൽ പോപ്സ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പനീറിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പോപ്സാണ്. ടൊമാറ്റോ കച്ചപ്പിൻ്റെയോ അതുപോലെ തന്നെ സോസിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു പോപ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.